മാംഗല്യം. രചന അവതരണം മിത്രവിന്ദ. ജഗന്റെ മനസ്സിൽ ഒരു പിടിവലി നടക്കുകയായിരുന്നു ആ നേരം. ജാൻവി ഒരു പാവം കുട്ടിയാ. അത്രയ്ക്ക് വലിയ പ്രശ്നക്കാരിയൊന്നുമല്ല. മിഥുവിന്റെ പ്രായമല്ലേ ഉള്ളൂ. ഒരു കൗമാരക്കാരിയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാത്രമാണ് അവളുടെ ഉള്ളിലും. പല രീതിയിൽ അവളെ ന്യായീകരിക്കാൻ അവൻ ശ്രമിച്ചു നോക്കിയെങ്കിലും എല്ലാത്തിനൊടുവിൽ അവളുടെ കാര്യങ്ങളിലൊക്കെ ഒരുതരം ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവന് തോന്നി. ആ തോന്നലോട് തന്നെയാണ് അവനും കിടക്കയിലേക്ക് വന്ന് കിടന്നത്. ജാനി അവനോട് മിണ്ടാൻ ശ്രമിച്ചു. അവൾ എന്തേലും ചോദിച്ചാൽ അതിന് ഉത്തരം മാത്രം അവൻ പറയും. പിറ്റേന്ന് അതിരാവിലെ തന്നെ ജാൻവി ഉറക്കം എഴുന്നേറ്റു. ജഗൻ കുളി കഴിഞ്ഞ് നേരത്തെ പുറത്തേക്ക് പോയിരുന്നു. അച്ഛൻ വരുന്നതുകൊണ്ട് തന്നെ അവൾ അധിക നേരം മുകളിൽ നിൽക്കാതെ റെഡിയായി നേരെ താഴേക്ക് ചെന്നു. അച്ഛനെയും കാത്ത് ഉമ്മറപ്പടിയിൽ തന്നെ ഇരിക്കുകയാണ് ജാൻവി. ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് ജഗനും അവിടെ തന്നെയുണ്ട്. താൻ എത്താറായി എന്ന് ജയൻ അവളോട് വിളിച്ചു പറഞ്ഞിരുന്നു. ഒരു സ്കൂൾ കുട്ടിയെപ്പോലെ അച്ഛൻ വരുന്നത് കാത്ത് വഴിക്കണ്ണുമായി നിൽക്കുന്ന ജാൻവിയെ ഇടയ്ക്കൊക്കെ ജഗൻ നോക്കിക്കാണുന്നുണ്ട്. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? മിതു വന്നിട്ട് അവളോട് ചോദിച്ചു. അച്ഛൻ വരും. അങ്കിൾ വിളിച്ചോ നിന്നെ? ഉവ്, കുറച്ചു മുന്നേ വിളിച്ചു. മിതു. പാർവതിയുടെ ശബ്ദം കേട്ട് മിതു ഇപ്പൊ വരാന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. അതേസമയം തന്നെയാണ് ജയന്റെ കാറ് മാണിക്യമംഗലം കോവിലകത്തിന്റെ മുറ്റത്തേക്ക് വന്ന് നിന്നത്. കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ജയൻ പുറത്തേക്ക് ഇറങ്ങി. ജാൻവി സന്തോഷത്തോടെ അയാൾക്കടുത്തേക്ക് ചെന്നു. എല്ലാവരും എത്തിയോ ജാൻവി? ഇല്ലച്ച, വന്നുകൊണ്ടിരിക്കുന്നു. അകത്തേക്ക് വരൂ. ജാൻവി വിനയത്തോടെ അയാളെ നോക്കി പറഞ്ഞു. ജാൻവി, നിന്റെ ബുക്സ് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആണോ? മോഹൻ, അതൊക്കെ എടുത്തു കൊടുക്ക്. ജയൻ താഴ്ന്നു കിടന്ന ഗ്ലാസ്സിലൂടെ ഡ്രൈവർ സീറ്റിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും ഒരു മഷലൻ ചിരിയോടെ മോഹൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ജയന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലെങ്കിലും അയാളുടെ ചിരിയും അതിൻ്റെ അർത്ഥവുമൊക്കെ കൃത്യമായി തന്നെ ജാൻവിക്ക് മനസ്സിലായിരുന്നു. മുറ്റത്ത് വന്ന കാറിൽ നിന്ന് ഇറങ്ങിയത് ജാൻവിയുടെ അച്ഛനാണെന്നറിഞ്ഞതും മര്യാദയുടെ പേരിൽ ജഗൻ പത്രം ടേബിളിലേക്ക് വെച്ചുകൊണ്ട് വെറുതെ അവിടേക്ക് ഇറങ്ങിച്ചെന്നു. ജഗനെ കണ്ടതും ജയൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ജഗൻ, അകത്തേക്ക് വരുമെങ്കിൽ അവൻ പറഞ്ഞതും അയാൾ തലകുലുക്കി. അപ്പോൾ തന്നെയാണ് പുസ്തകവും ബുക്സും റെക്കോർഡ്സും എല്ലാം അടങ്ങിയ ഒരു കെട്ടുമെടുത്തുകൊണ്ട് മോഹൻ ജാനിക്കടുത്തേക്ക് വന്നത്. അവൾ ബുക്കിനായി കൈനീട്ടിയതും ഒരു വേള ജഗന്റെ മിഴികൾ അവളിലേക്ക് നീണ്ടു. ബുക്ക് കൊടുക്കുമ്പോൾ അറിയാത്തതുപോലെ മോഹൻ അവളുടെ കയ്യിൽ തലോടുന്നു. വിരലുകളിൽ അമർത്തിപ്പിടിക്കുന്നു. ജാനിയുടെ മുഖം ദേഷ്യത്താൽ ചുളിയുന്നുണ്ട്. പക്ഷേ മുന്നിട്ട് നിന്ന വികാരം നിസ്സഹായതയാണ്. ദേഷ്യത്തോടെ അവൾ ബുക്കെല്ലാം മോഹന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ട് അകത്തേക്ക് നടന്നു, ആരെയും നോക്കാതെ. വല്ലാത്തൊരു പെണ്ണ് തന്നെ. കല്യാണം കഴിഞ്ഞപ്പോൾ ഇവൾ കുറച്ചുകൂടി തൊടുത്തോ? എന്തായാലും അവൾ മൊത്തത്തിലൊന്ന് മിനുങ്ങിയിട്ടുണ്ട്. നാവ് കൊണ്ട് ചുണ്ടു നനച്ചുകൊണ്ട് മോഹൻ ഓർത്തു. അതേസമയം തന്നെയാണ് ജഗന്റെ മിഴികൾ മോഹനിലേക്ക് പതിഞ്ഞത്. അവന്റെ കണ്ണുകൾ അവളിലാണെന്ന് കണ്ടതും ജഗന്റെ മുഷ്ടി ചുരുണ്ടു. മുകളിലേക്ക് ബുക്കുമായി പോയ ജാനിക്ക് മിഴികൾ നിറഞ്ഞിട്ട് നടക്കുന്ന വഴി പോലും അവ്യക്തമായി തുടങ്ങി. എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ അവൾ ജഗന്റെ റൂം വരെ എത്തി. ബുക്കും പുസ്തകവും അടങ്ങിയ കെട്ട് മേശയുടെ പുറത്തേക്ക് വെച്ചുകൊണ്ട് അല്പനേരം അവൾ കട്ടിലേക്കിരുന്നു. നിറഞ്ഞു പോയ മിഴികൾ തോളിക്കിടുന്ന ഷോൾ ഉപയോഗിച്ച് അമർത്തി തുടച്ചവൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കണമെന്ന്. പക്ഷെ മനസ്സുകൊണ്ട് പല തവണ പാകപ്പെട്ടെങ്കിൽ പോലും ശരീരം അതിന് വഴങ്ങാറില്ല. പ്രധാന കാരണം അച്ഛനും അമ്മയും തന്നെയാണ്. പണ്ട് മുതലേ താൻ പറയുന്ന ഒന്നും വിശ്വസിക്കാതെ അവർ തള്ളിക്കളഞ്ഞതിൻ്റെ ഫലമായി പിന്നെ പിന്നെ അവരോട് ഓരോ കാര്യങ്ങൾ പറയാൻ പോലും തനിക്ക് ഭയമായി തുടങ്ങിയിരുന്നു. ഇന്നും അതുപോലെ തന്നെയാണ്. താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛൻ ഇവിടേക്ക് വന്നത്. ഇന്ന് താൻ മോഹനോട് ദേഷ്യപ്പെടുവോ കയർത്ത് സംസാരിക്കുകയോ ചെയ്ത പിന്നീട് അതിൻ്റെ പേരിൽ ഒരു സംസാരം ഉണ്ടാവുകയാണെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം വെച്ച് ഇവിടെ നിറങ്ങിപ്പോകാൻ പോലും മടിക്കില്ല. ഉറപ്പായും അവർ തന്നെ വഴക്കു പറയും. മോഹനെ അറിയാതെ പോലും അവിശ്വസിക്കില്ല. സ്വന്തം മകളേക്കാൾ വിശ്വാസമാണ് അവർക്ക് ആ ഡ്രൈവറെ. പുച്ഛത്തോടെ ജാനി ഓർത്തു.
അച്ഛനകത്തേക്ക് കയറിക്കോളൂ, എല്ലാവരും അവിടെയുണ്ട്. ജഗൻ ജയനോടത് പറഞ്ഞുകൊണ്ട് അയാളെ ഹോളിലേക്ക് കയറ്റിവിട്ടു. അപ്പോഴേക്കും മോഹൻ കാറ് പാർക്ക് ചെയ്യാനായി പോയിരുന്നു. ജഗൻ പതിയെ അവിടെ നിന്നുകൊണ്ട് തന്നെ പരിസരം ആകെയൊന്ന് നിരീക്ഷിച്ചു. ശേഷം മോഹൻ പോയി അടുത്തേക്ക് തന്നെ പോയി. കാറിൽ നിന്നിറങ്ങിയ മോഹൻ ഡോർ അടച്ചതും കാണുന്നത് തൊട്ടു മുന്നിൽ പിന്നിലേക്ക് കൈയും കെട്ടി മുണ്ടും മടക്കി കുത്തി നിൽക്കുന്ന ജഗനെയാണ്. എന്താണ് സാറേ? പെട്ടെന്ന് ജഗനെ വല്ലാത്തൊരു ഭാവത്തിലൂടെ കണ്ടതും മോഹൻ ചെറുതായി ഒന്ന് പരിങ്ങി. ഏയ്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്റെ പേര് ജഗന്നാഥൻ, അസിസ്റ്റന്റ് കമ്മീഷണറാണ്. മോഹന് നേരെ കൈനീട്ടിക്കൊണ്ട് ജഗൻ പറഞ്ഞതും മോഹൻ വല്ലാത്തൊരു ഗമയോടെ ജഗന് കൈനീട്ടി. അറിയാ സാറേ. മോഹന്റെ കൈയും ജഗന്റെ കൈയും പരസ്പരം ചേർന്ന നിമിഷം ഒട്ടും താമസിയാതെ തന്നെ ജഗന്റെ കൈകൾ മോഹന്റെ വിരലുകളെ ഞെരിച്ചുടച്ചു. ഷൂസ് ഇട്ട അവന്റെ കാലുകൾ മോഹന്റെ കാലിലേക്ക് അമർന്നു. നിമിനേരം കൊണ്ട് തന്നെ മോഹന്റെ മുഖത്തെ ഭാവങ്ങൾ മാറി മറിഞ്ഞു. ഒരുതരം ദയനീയത. അയാളുടെ കണ്ണിൽ നിന്നിപ്പോ വെള്ളം വരുമെന്ന അവസ്ഥയെത്തിയപ്പോ ജഗൻ പതിയെ കൈയയച്ചു. അപ്പോ നിനക്കറിയാം ഞാൻ ആരാണെന്നല്ലേടാ? അറിയാം. അയാൾക്ക് വാക്കുകൾ വിറച്ചു. നിനക്ക് കാര്യം മനസ്സിലായോടാ? അവൻ വീണ്ടും ചോദിച്ചപ്പോ മോഹൻ തലകുമ്പിട്ടു. ഇനി നിന്റെ നിഴൽ പോലും എന്റെ പെണ്ണിന്റെ ദേഹത്ത് പതിഞ്ഞേക്കരുത്, കേട്ടല്ലോടാ? കുനിഞ്ഞ മുഖത്തോടെ അയാൾ തലയാട്ടി. ഇനി ഒരിക്കൽ കൂടി ഇതുപോലൊരു താക്കീത് നിനക്കുണ്ടാകത്തില്ല. പ്രവൃത്തി മാത്രമേ ഉണ്ടാവൂ ജഗന്നാഥന്റെ ഭാഗത്ത് നിന്ന്. അതല്ല, ഇനിയും ഇത് ആവർത്തിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എന്റെ മുഖം നീ ഓർമ്മയിൽ സൂക്ഷിച്ചോണം. ഇനി പറച്ചിലില്ല, പ്രവൃത്തി മാത്രമേ കാണൂ. ദേഷ്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് ജഗൻ കോവിലിനകത്തേക്ക് നടന്നു. ജാൻവിയുടെ അച്ഛനെ കോവിലകത്തുള്ള എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് സ്വീകരിച്ചത്. മാനസി വരാത്തതിനെക്കുറിച്ച് അവർ ചോദിക്കുകയും ചെയ്തു. എന്തായാലും സമാപന ദിവസത്തെ പൂജയും വളരെ ഭംഗിയായി തന്നെ നടന്നു. കാലത്തെ പൂജ കഴിഞ്ഞു. പിന്നീട് സന്ധ്യാനേരത്തായിരുന്നു ഹോമം. തിരുമേനി ജഗനെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വിളിച്ചു. ജഗൻ, ഈ രക്ഷ ജാൻവിയുടെ ദേഹത്ത് കിടക്കണം. ഇന്ന് എന്തായാലും ഇത് പൂജാമുറിയിലിരിക്കട്ടെ. നാളെ രാത്രിയിൽ യമകണ്ഠകാലം കഴിഞ്ഞ ശേഷം, അതായത് 12:30 1:15 ഇടയ്ക്കുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ താൻ തന്നെ വേണം കെട്ടിക്കൊടുക്കാൻ. നാളെ രാത്രിയിലാവണം കേട്ടോ, അത് മറന്നേക്കരുത്. തിരുമേനി പറയുന്നതല്ല ജഗൻ തലകുലുക്കിക്കൊണ്ട് സമ്മതിച്ചു. വൈകാതെ തന്നെ അദ്ദേഹം കോവിലിൽ നിന്നും മടങ്ങിപ്പോയി. ഈ സമയത്ത് ജാൻവിയുടെ അച്ഛനും തിരികെ അവരുടെ വീട്ടിലേക്ക് പോകാനിറങ്ങി. കോവിലകത്തുള്ളവരെല്ലാം ജയനോട് അന്നവിടെ നിന്നിട്ട് പിറ്റേ ദിവസം പോകാൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അയാളതിന് കൂട്ടാക്കിയില്ല. വീട്ടിൽ അമ്മയും മാനസിയും ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോകാനിറങ്ങി. സ്വന്തം അച്ഛനാണെങ്കിൽ പോലും പണ്ട് മുതലേ ജാനിക്ക് ജയനോട് അത്രയൊന്നും അടുപ്പമില്ല. എന്നാൽ മാനസിയേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് അച്ഛനോടാണ് താനും. എങ്കിലും ജയൻ പോകാനിറങ്ങിയ സമയം അവൾ അയാൾക്കരികിലേക്ക് ചെന്നു. ആ സമയം അവൾ അയാളെ നോക്കിയ നോട്ടം അതെന്തോ ജയന്റെ മനസ്സിൽ വല്ലാതെ സ്പർശിച്ചു പോയി. പണ്ട് അവൾ തീരെ ചെറുതായിരുന്ന സമയത്ത് താനും മാനസിയും അവളെ തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിലേൽപ്പിച്ച് പല സ്ഥലങ്ങളിലും ട്രിപ്പ് പോകാൻ തുടങ്ങുമ്പോൾ അന്നവൾ നോക്കുന്ന അതേ നോട്ടം പോലെ അയാൾക്ക് തോന്നി. മോൾ ഓക്കെയല്ലേ ഇവിടെ? ജയന്റെ നാവിൽ നിന്ന് കേട്ട മോള് എന്ന വാക്കിൽ തറഞ്ഞു നിൽക്കുവാണ് ജാനി. ഓർമ്മ വെച്ച നാളുകൾക്ക് ശേഷം ഇതാദ്യമായിട്ടായിരിക്കും ഇത്രയും സ്നേഹത്തോടെ അച്ഛൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടോ അവൾക്ക് ആ നിമിഷം ജയനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിപ്പോയി. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ അയാളെ ഇറുക്കിപ്പുണർന്നുകൊണ്ട് ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു. അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. സ്നേഹാരാഹിത്യത്തിന്റെ പടുകുഴിയിൽ നിന്നവൾക്ക് സ്നേഹത്തിന്റെ കച്ചിത്തുരുമ്പ് ഒരാൾ വെച്ച് നീട്ടുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതായിരുന്നു അവൾക്ക് ആ നിമിഷം തോന്നിയത്. ജയനെ നോക്കിയൊന്ന് തലകുലുക്കിക്കൊണ്ട് അവൾ അയാളിൽ നിന്നും അടർന്നു മാറി. അയാൾ അവളുടെ കവിളിൽ തട്ടി. ഇടയ്ക്ക് വിളിക്കാൻ കേട്ടോ പറഞ്ഞപ്പോൾ ജാനി തലകുലുക്കി. ജഗൻ, രണ്ടാളും സമയം പോലെ വരൂ. ജയന്റെ കാറ് കോവിലകം വിട്ടു പോയതും
ഉമ്മർത്ത് അയാളെ യാത്ര അയക്കാനായി വന്നു നിന്ന എല്ലാവരും തിരികെ അകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും അകത്തേക്ക് കയറിപ്പോയ ശേഷം അവസാനം ജാൻവിയും ജഗനും മാത്രം അവശേഷിച്ചു അവിടെ. ജാൻവി അകത്തേക്ക് പോകാൻ തുടങ്ങിയ നേരത്താണ് ജഗൻ പിന്നിൽ നിന്ന് അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചത്. നിമി നേരം കൊണ്ട് തന്നെ ജാൻവിക്ക് ദേഷ്യം വന്നു. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്റെ കയ്യിൽ നിന്ന് വിട്ടേ. ദേഷ്യത്തോടെ തന്നെ ജാൻവി ജഗനോട് പറഞ്ഞു. ഞാൻ പിടിക്കുമ്പോൾ മാത്രമേ നിനക്ക് ദേഷ്യവും പിടിച്ചിലും ഒക്കെ ഉള്ളൂടി. ജഗൻ എന്താണ് ഉദ്ദേശിച്ചത്? ജാൻവി അവനെ നോക്കി. രാവിലെ നിന്റെ ഡ്രൈവർ പിടിച്ചപ്പോ ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അപ്പോഴാണ് ജാൻവിയും തിരിച്ചറിയുന്നത് ജഗൻ അതെല്ലാം കാണുന്നുണ്ടായിരുന്നുവെന്ന്. ഒരു വേള എന്തു പറയണമെന്നറിയാതെ ജാൻവി കുഴഞ്ഞു. എന്താ, നിനക്ക് മറുപടിയൊന്നും ഇല്ലേ പറയാൻ? ജഗൻ ചോദിച്ചതും ജാൻവി നിറകണ്ണുകളോടെ അവനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ജഗൻ, പ്ലീസ്. എന്ത് പ്ലീസ്? ഞാൻ ചോദിച്ചത് ന്യായമായ ഒരു കാര്യമില്ലേ? അതിനൊരു മറുപടി തരാൻ പോലും നിനക്ക് കഴിയില്ലേ? ജഗന്റെ ശബ്ദം ഉയർന്നത് ജാൻവി നാല് പാടും നോക്കി. ഒരുപാട് ആളുകൾ താമസിക്കുന്ന വീടാണ്. മാത്രമല്ല, പൂജയ്ക്ക് വന്ന പല ആളുകളും ഇപ്പോഴും വീട് വിട്ടു പോയിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ പ്ലീസ് ജഗൻ, നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് ജാൻവി പറഞ്ഞു. പറ്റില്ല, ഇവിടെ വെച്ചങ്ങ് പറഞ്ഞാൽ മതി. ജഗൻ തീർത്തു പറഞ്ഞു. ജഗൻ അകത്തേക്ക് വരൂ. ചില കാര്യങ്ങൾ എനിക്ക് ജഗനോട് സംസാരിക്കാനുണ്ട്. ജാൻവി നിസ്സഹായതയുടെ അങ്ങേ തലയ്ക്ക് നിന്നുകൊണ്ട് പറഞ്ഞു. വാ. അത്രയും പറഞ്ഞ് ജഗൻ ജാനിയുടെ കൈയും പിടിച്ച് മുറ്റത്ത് പരന്നൊഴുകിയ ഇരുട്ടിലേക്ക് നടന്നു. ജഗൻ, പ്ലീസ്, എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് സമാധാനമായി കേൾക്കണം. ജാൻവി വിറയ്ക്കുന്ന അതരങ്ങളോടെ അവനോട് പറഞ്ഞു. പറയ്. നിനക്ക് പറയാനുള്ളത് കേൾക്കാൻ തന്നെയാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. ജഗൻ, മിഥുവിന്റെ വാക്കുകളിൽ കൂടി മാത്രം നിങ്ങൾ കേട്ടറിഞ്ഞ ജാൻവി അല്ല ഞാൻ. മറ്റാരും അറിയാത്തതായി എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാടധികം കാര്യങ്ങളുണ്ട്. വേറെ ആരും അതേക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ പോലും ജഗൻ അറിയണം. ഞാൻ ജാൻവി പറഞ്ഞു തുടങ്ങിയ അതേ സമയത്ത് തന്നെ കൃത്യമായി അവരെ പിന്നിൽ നിന്നും സേതുനാഥൻ വിളിച്ചത്. നിങ്ങൾ എവിടേക്കാ കുട്ടികളെ ഈ ഇരുട്ടത്ത് പോകുന്നത്? പിന്നിൽ സേതുനാഥന്റെ ശബ്ദം കേട്ടതും ജഗനും ജാൻവിയും നിന്നിടത്ത് തന്നെ നിന്നു. ജഗൻ പതിയെ തിരിഞ്ഞു നോക്കി. പിന്നാലെ ജാൻവിയും. അത് മുത്തശ്ശ. ജഗൻ എന്തോ പറഞ്ഞു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് തടഞ്ഞുകൊണ്ട് സേതുനാഥൻ സംസാരിച്ചു തുടങ്ങി. ഇന്ന് പൂജയുടെ സമാപന ദിവസമായിരുന്നു. എങ്കിലും രാത്രി കോവിലകത്ത് നിന്ന് ആരും പുറത്തേക്ക് പോകരുതെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? അത് കേട്ടതോടെ ജാൻവിയുടെ കയ്യിൽ പിടിച്ച ജഗന്റെ കൈകൾ അയഞ്ഞു. ജഗൻ തിരികെ ഉമ്മറത്തേക്ക് കയറി. പിന്നാലെ ജാൻവിയും. സേതുനാഥൻ മുന്നേ നടന്നു. അയാൾക്ക് പിന്നിലായി ജഗനും ജാൻവിയും. ജഗൻ, പ്ലീസ് റൂമിലേക്ക് വാ, എനിക്ക് സംസാരിക്കണം. ജാൻവി അടക്കി പിടിച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഒന്നും മൂളിക്കൊണ്ട് അവൾക്ക് പിന്നാലെ കയറാൻ തുടങ്ങിയ സമയത്താണ് സേതുനാഥൻ വീണ്ടും ജഗനെ വിളിച്ചത്. ജഗൻ, പൂജയുമായി ബന്ധപ്പെട്ട കണക്കും കാര്യങ്ങളും സെറ്റിൽ ചെയ്യാനുണ്ട്. നീ ഒന്ന് വന്ന് ആ കണക്കൊക്കെ ഒന്ന് നോക്കണം. ജാനിയുടെ കണ്ണുകൾ വല്ലാത്തൊരു ഭാവത്തോടെ ജഗനെ നോക്കി. പോകരുതേ എന്ന് അവളുടെ മിഴികൾ പറയാതെ പറഞ്ഞു. പക്ഷേ മറ്റു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവളെ ഒന്ന് നോക്കി. നീ റൂമിലേക്ക് വയ്ക്കോ, ഞാൻ വരാം. ജഗൻ സേതുനാഥനൊപ്പം ലിവിംഗ് റൂമിലേക്ക് നടന്നു. പൂജാ സാധനങ്ങളുടെയും ബില്ലും പാചകത്തിന് ചിലവായ തുകയുടെ കണക്കുകളുമായിരുന്നു നോക്കേണ്ടത്. ബില്ലുകളെല്ലാം ലിവിംഗ് റൂമിലെ ടേബിളിന് മുകളിൽ നിരന്ന് കിടപ്പുണ്ട്. അതിനടുത്തായി തന്നെ ബുക്കും പേനയും എല്ലാം ഉണ്ട്. ജാനി എന്താകും പറയാൻ വന്നത് എന്നറിയാത്തതുകൊണ്ട് തന്നെ ജഗന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി മനസ്സിന്. അതേ മാനസിക പിരിമുറുക്കത്തോടു കൂടിയാണ് അവൻ കണക്കുകൾ നോക്കാനായി ഇരുന്നത്. എന്നാൽ മുറിയിലേക്ക് കയറിപ്പോയ ജാൻവിയുടെ മനസ്സ് അതുപോലൊരവസ്ഥയിലായിരുന്നു. വസ്ത്രം മാറി ഫ്രഷായി തിരിച്ചിറങ്ങിയെങ്കിലും അവൾക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നിപ്പോയി. എന്തായാലും ജഗൻ വരട്ടെ, വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് എല്ലാത്തിനും ഒരു വ്യക്തത വരുത്തിയിട്ടേ ഇന്ന് ഞാൻ ഉറങ്ങും. ഇനിയും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മുന്നോട്ട് കൊണ്ടുപോയി ജഗന് മുന്നിലൊരു പരിഹാസപാത്രമായി നിൽക്കാൻ വയ്യ. അവൾ മനസ്സിൽ പെറുപുറത്തു. പിന്നെ പതിയെ ഫോണും എടുത്ത് കട്ടിലേക്ക് ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് അക്ഷമയോടെ അവളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീളുന്നുണ്ട്. മണി 11 അടുക്കാറായപ്പോൾ ജാൻവിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ഇനിയും
ഇനിയും വിടരാൻ കൂട്ടാക്കാതെ നിന്ന മിഴികൾ വലിച്ചു തുറന്നവൾ ഒരു വേള താഴെ പോയി ജഗനെ നോക്കിയാലോ എന്ന് പോലും ചിന്തിച്ചു. പിന്നീട് ആ ഉദ്യമം വേണ്ടെന്ന് വെക്കുമായിരുന്നു. എന്തൊക്കെയോ അവനോട് തുറന്നു പറയാൻ അവളുടെ മനം കൊതിച്ചു. ഇന്നുവരെ മിഥുവിന് പോലും തന്റെ അച്ഛന്റെ അമ്മയുടെയും സ്വഭാവ രീതികൾ ശരിക്കറിയില്ല. ജാനി അങ്ങനെ തുറന്നു പറയാൻ കൂട്ടാക്കിയിട്ടില്ല താനും. പക്ഷേ എന്തുകൊണ്ടോ ജഗൻ അവനോടൊക്കെ പറയണമെന്ന് അവൾക്ക് തോന്നി. തനിക്ക് വേണ്ടപ്പെട്ടവനാണെന്ന് അവളുടെ മനം മന്ത്രിച്ചു. സമയം 11 മണി കഴിഞ്ഞു. 11:15 ജാൻവിയുടെ കണ്ണുകളെ ഉറക്കം വന്ന് പൊതിഞ്ഞു. അവനെ കണ്ടിട്ടേ ഉറങ്ങൂന്ന് തീരുമാനിച്ചവൾ അവൾ പോലും അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഏകദേശം 11:30 അടുക്കാറായപ്പോഴാണ് ജഗൻ റൂമിലേക്ക് വന്നത്. അവൻ കയറി വരുമ്പോൾ കാണുന്നത് റൂമിലെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ ഒരു വശം തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ് ജാൻവി. അവളുടെ ആ കിടപ്പും മുഖത്തെ നിഷ്കളങ്കതയും ഒക്കെ കാണി ജഗന്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ ഒരു നോവ് പടർന്നു. ജഗൻ വേഗം തന്നെ ഫ്രഷായി ഇറങ്ങി അവൾ കരികിലേക്ക് വന്ന് കിടന്നു. ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞപ്പോഴാണ് ജാൻവി ഒന്ന് കുറുകിക്കൊണ്ട് ജഗനെ ചുറ്റിപ്പിടിച്ചത്. പെട്ടെന്നായതുകൊണ്ട് ജഗനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവളുടെ വലങ്കൈ അവന്റെ വയറിനെ പൊതിഞ്ഞു. മുഖം അവന്റെ കൈയിടുക്കിലേക്ക് പൂഴ്ത്തി അവന്റെ ഉടലിന്റെ ചൂട് പറ്റി ഒരു കുറിഞ്ഞ പൂച്ചയെ പോലെ അവനോട് ഒട്ടിച്ചേർന്ന് പതുങ്ങിക്കിടന്നവൾ. എന്തുകൊണ്ടോ ആ നിമിഷം അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ ജഗന് തോന്നിയില്ല. മുറിയിലെ വെള്ള കട്ടനുകൾക്കിടയിലൂടി മുഖത്തേക്ക് പതിച്ച സൂര്യരശ്മികളാണ് ജാൻവിയെ ഉറക്കമുണർത്തിയത്. കണ്ണ് തിരുമ്മിക്കൊണ്ടവൾ എഴുന്നേറ്റു. പെട്ടെന്നെന്തോ ഓർമ്മ വന്ന പോലെ അവളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു. 8 മണിയായോ? ഇത്ര നേരം താൻ ഉറങ്ങിപ്പോയോ? അവൾ സ്വയം ചോദിച്ചു. ശേഷം അവളുടെ മിഴികൾ ജഗന് വേണ്ടി അവിടെ ആകെ പരതി. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പാടി അവൾ വേഗം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ കണ്ണുകൾ ഇടനാഴിയിലാകുമാനും ജഗനെ തിരിഞ്ഞു. അവിടെയും കാണാതായപ്പോൾ അവൾ താഴേക്കുള്ള ഗോവണിക്കപ്പടികൾ ഇറങ്ങി തുടങ്ങിയ സമയത്താണ് മിഥു താഴെ നിന്നും മുകളിലേക്ക് വരുന്ന കണ്ടത്. ആ, നീ എഴുന്നേറ്റോ ജാൻവി? ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങിപ്പോയി. ഇത്രയും നേരമായിട്ടും എന്നെ താഴേക്ക് കളഞ്ഞിട്ട് നീ എന്താ എന്റെ ഫോണിലേക്കൊന്ന് വിളിക്കാഞ്ഞ്? ജാനി പരിഭവത്തോടെ മിഥുവിനോട് ചോദിച്ചു. അത് പിന്നെ അമ്മയാ പറഞ്ഞേ നിന്നെ വിളിക്കണ്ട, നീ ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന്. ഇന്നലെ നിനക്ക് കാലിനൊന്നും വയ്യായിരുന്നല്ലോ, അതുകൊണ്ട്. ഒരു നെടുവീർപ്പോടെ ജാനി മിഥു പറയുന്നത് കേട്ടു നിന്നു. അതൊക്കെ പോട്ടെ, നിന്റെ ഏട്ടൻ എവിടെ? റൂമിലും മുകളിൽ കോറിഡോറിലും എവിടെയും കണ്ടില്ല. ഏട്ടൻ രാവിലെ എവിടെയോ അർജന്റായി പോകാൻ വേണ്ടി ഇറങ്ങുന്നത് കണ്ടു. യൂണിഫോമിലാ പോയത്. ഇത്രയും നേരത്തെ ജഗൻ ഡ്യൂട്ടിക്ക് പോകുമോ? ഏയ്, ഏട്ടൻ എങ്ങനെ ഇത്രയും രാവിലെയൊന്നും പോവില്ല. ഇതിപ്പോ വേറെ എവിടെയോ പോകണമെന്ന് അമ്മയോട് പറയുന്നത് കേട്ടു. മിഥു പറഞ്ഞതും ജാനി നിരാശയോടെ ഒന്ന് മൂളി. എന്തു പറ്റി? എന്താണ് മുഖത്തൊരു വാട്ടം? ഉറങ്ങി എഴുന്നേറ്റപ്പോ ഏട്ടനെ കാണാത്തോണ്ടാണോ? മിഥു ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചപ്പോ ജാനി അവളെ കപട ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പാതി ഇറങ്ങി നിന്ന പടികളിൽ നിന്ന് തിരികെ മുകളിലേക്ക് തന്നെ കയറാൻ തുടങ്ങി. എടി, ആഹാരം കഴിച്ചിട്ട് പോ, ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാം. മുകളിലേക്ക് കയറുന്നതിനിടെ ജാൻവി വിളിച്ചു പറഞ്ഞു. അത് ശരി, അപ്പൊ എഴുന്നേറ്റ് പാടേ, പ്രിയതമനെ കാണാൻ നീ ഓടി വന്നതാണല്ലേ? ജാനിയെ നോക്കി മിഥു ഉറക്കെ വിളിച്ചു ചോദിച്ചപ്പോ ഒരു ഞെട്ടലോടെ ആരെയും അത് കേട്ട് കാണുമോ എന്ന രീതിയിൽ ജാനി ചുറ്റും നോക്കി. അതേസമയം ജഗന്റെ വാഹനം വൈദ്യർമഠം ലക്ഷ്യമാക്കി പായുകയായിരുന്നു. ദേഷ്യത്തോടെ ജഗന്റെ വിരലുകൾ സ്റ്റിയറിംഗിൽ മുറുകി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഇരമ്പലോടെ അവന്റെ കാർ വൈദ്യർമഠത്തിന് മുൻപിൽ വന്നു നിന്നു. കാറിൽ നിന്നിറങ്ങി ഡോർ വലിച്ചടച്ചുകൊണ്ട് അവൻ ധൃതിയിൽ വൈദ്യർമഠത്തിനകത്തേക്ക് നടന്നു. പോക്കറ്റിൽ നിന്നവൻ കോവിലകത്തെ പിന്നാമ്പുറത്തു നിന്ന് കളഞ്ഞു കിട്ടിയ കുറിപ്പടിയെടുത്തു. ഈ ജഗന്നാഥനെ തോൽപ്പിക്കാൻ ആർക്ക് സാധിക്കില്ല. കളിച്ചവർ ആരൊക്കെ ആയാലും ശരി, ഇന്നത്തോടെ താൻ തെളിയിക്കും. അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് ജാനിയുടെ മുഖമായിരുന്നു. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എല്ലാവരുടെയും മുമ്പിൽ പൊരുതി നിന്ന തന്റെ പാതി തുടരും. ജഗൻ പോയി തെളിയിച്ചു വരട്ടെ, അല്ലേ പിള്ളേരെ? ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. കമന്റ് മറക്കല്ലേ.